Welcome to Amrithveni Lives with Superstar Senior, powered by Malabar Gold and Diamonds and Lens and Frames, co-powered by Kalyan Silks and Eastern. Superstar. Chinnamani kuile Millavaru maile ಚಿನ್ನಮಣಿ ಕುಯಿಲೆ ಎಲ್ಲವರು ಮೈಲೆ எங்கே ஓஞ்சோடி நான் போறே தேடி இங்கே ஓஞ்சோடி இல்லாம கேட்டாக்கா பதில் சொல்லாம குக்கு எனக்கு அதே நடி கண்மணி கண்மணி பதில் சொல்லு நீ ಚಿನ್ನಮಣಿ ಕುಯಿಲೆ ಮೆಲ್ಲವರು ಮೈಲೆ நில்லாத வைகையில நீராட போகையில சொல்லாத செய்கையில நிஜாட செய்கையில கல்லாகி போனேன் நானும் கண் பார்த்த ஆளாவே கை சேரும் காலம் வந்தா தோளோடு தோளாவே உள்ளகன கதடி ராகம் பாடி நாளும் தேடி நீ அடிக்கடி அணை கண்ணும் கண்மணி கண்மணி பதில் சொல்லு நீ சின்னமணி குயிலே மெல்ல வரும் மயிலே எங்கே ஓஞ்சோடி நான் போறே தேடி இங்கே ஜோடி இல்லாம கேட்டாக்கா பதில் சொல்லாம குக்கு எனக்கு வரே நடி கண்மணி கண்மணி பதில் சொல்லு நீ பட்டு துணியுடுத்தி உச்சி மூடி தீருத்தி தொட்டு காடி எடுத்து எட்டி நடந்த புள்ள உன் சேல காத்திலாட என் நெஞ்சும் சேர்ந்தாட உன் கூந்தல் வாசம் பார்த்து என்னும் கூத்தாட மாறாப்பு சேலையில மூல போல நான் இருக்க நான் சாமிய வேண்டுற கண்மணி கண்மணி பதில் சொல்லு நீ சின்னமணி குயிலே மெல்ல வரும் மயிலே எங்கே ஓஞ்சோடி நான் போறே தேடி இங்கே ஜோடி இல்லாம கேட்டாக்கா பதில் சொல்லாம குக்கு எனக்கு வரே நடி கண்மணி கண்மணி பதில் சொல்லு நீ அடி தன்னனா தன்னனா தானனா தன்னனா தன்னனா. Very good. സഞ്ജയ് തകർത്തല്ലോടാ, സൂപ്പർ ആയിരുന്നു. ചോദിക്കാം നമുക്ക്. എം ജി സർ. യെസ് മക്കളെ,
ഫ്രഞ്ചിയടാ. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നിന്റെ ആ എന്താണ് ഒരു നിപ്പും പാട്ടും പിന്നെ അതിൻ്റെ ഒരു ടെമ്പോ ആ മെയിൻറ്റെയിൻ ചെയ്തു. അത് ആ ചിന്നമണിക്കുയിലെ എന്നുള്ള പാട്ടിൻ്റെ ആ ടെമ്പോ ഉണ്ടല്ലോ, സ്ഥലത്ത് പോയിട്ടുണ്ട്, അത് വേറെ, അത് പോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അത് പോണ്ടേ പോകണ്ട എന്നാലും കുറച്ചൊക്കെ പോണം. അങ്ങനെയൊക്കെ പോയാലല്ലേ ഒരു ലൈവ് ഫീൽ വരൂ. അതൊക്കെ സാരമില്ല, പിന്നെ അത് ശരിയായിക്കൊണ്ടാ മതി. ഇത്രയും പാടാമെങ്കിൽ ആ പോയ സ്ഥലം മക്കൾക്ക് പാടാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരുന്നു. പിന്നെ 2-3 ചോദ്യങ്ങൾ. ഈ കുക്കു 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 ഇതിന്റെ സൃഷ്ടാവ് ആരാണ്? പാട്ട് രാജാ സാറാണ് ചെയ്തത്. കുക്കു കുക്കു ഇവിടെ രാജാ സാർ തന്നെയാണ് ഈ കുക്കു എന്നുള്ള ഒരു പ്രയോഗം കൊണ്ടുവന്നത്. കുക്കു കുക്കു എന്ന്. പിന്നെ അതെല്ലാരും എടുത്തു വെച്ച് കുക്കു എന്റെ പാട്ടിൽ വരെ ഉണ്ട്. ഒരു വല്ലം പൊന്നും പൂ കരിനീല ചാന്തും അങ്ങനെ ഉള്ള ഒരു പാട്ടിനകത്തുണ്ട്. പിന്നെ വേറെ ഉണ്ടല്ലോ കുക്കു ഉള്ള കണ്ടമാനം പാട്ടുകളിൽ. പിന്നെ രാജാ സാർ കുക്കു ചോളിക്കെ പീച്ച്, അങ്ങനെ ഒത്തിരി പാട്ടുകളിൽ കൊണ്ടുവന്നു. ഇനി രണ്ടാമത്തെ മോന് ഇഷ്ടപ്പെട്ട ഇതിനകത്തൊരു പോർഷൻ ഏതാണ്? ചിന്നമണി കുയിലെ. ഓക്കെ, ചിന്നമണി കുയിലെ. അതിൽ ഈ ഇൻസ്ട്രുമെന്റ് ഇതിനകത്ത് വായിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഗിറ്റാറിന്റെ കോഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. കോഴ്സ് എന്തായാലും വേണമല്ലോ. എനിക്കിഷ്ടപ്പെട്ടതെന്നറിയും കുയിലെ ഒരു സാധനം ഉണ്ടോ അത്, പക്ഷെ ഭയങ്കര രസമാണ്, ക്യാച്ചിയാണിത്. പിന്നെ മക്കൾക്കൊരു മലയാളം ചൊവ്വ ഇടയ്ക്കിടയ്ക്കൊന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ തമിഴ് പാടുമ്പോൾ മലയാളം അത് വന്നു പോവും, അറിയാതെ വന്നു പോവും, കുഴപ്പമില്ല. പിന്നെ കൂന്തൽ, അവിടെ ഒരു അസ്സൽ വെള്ളി ഇങ്ങോട്ട് വീണു ആ കൂന്തലിൽ, അതങ്ങ് പാടിപ്പോയതാണ്, കുഴപ്പമില്ല. പിന്നെ ആളാകെ തോളാകെ, വേഗം പറഞ്ഞങ്ങ് തീർക്കുക. അതൊന്ന് പാടാവോ? കൈ സേരും കാലം വന്ന തോളോടെ തോള തോളാം തോളാമേ. അതാണ്. അങ്ങനെ 1-2 സ്ഥലം ഇത്തിരി പ്രശ്നമായിരുന്നു, സാരമില്ല. എന്തായാലും നല്ല ഓളമുണ്ടായിരുന്നു. ഓർക്കസ്ട്ര സൂപ്പർ, നല്ല രസം, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. സഞ്ജയ് നല്ല ഉഗ്രം പാട്ട് സഞ്ജയ്. നല്ല എന്താ പറയണ്ട, ഒരു നല്ല ഗുമ്മുള്ള ഒരു പാട്ട് രാജാ സാറിന്റെ. ഇത് കണ്ടിട്ടുണ്ടോ ഈ ഫിലിം? ഭീകര ഹിറ്റായിരുന്നു ഈ ഫിലിം. ഏതാണ് ഫിലിം? അമ്മൻ കോയിൽ കിഴക്കലെ. അമ്മൻ കോയിൽ കിഴക്കാലെ. സുന്ദരാജൻ സാറിന്റെ പടമാണ്. നല്ല പാട്ടുകളുണ്ട് ഇതിൽ കേട്ടോ, ഇനിയും ഉണ്ട്. ഉൻ പാർവയിൽ 1000 കേട്ടുണ്ടോ പാട്ടൊക്കെ? എന്തിനും ഉഗ്രം പാട്ടാണ്. നിതമു മുന്നൈ நினைக்கிறேன் நினைவினாலே அணைக்கிறேன் உன் பார்வையில் 1000 കവിതകൾ നന്നായിട്ട് പാടി. എനിക്ക് ആ സെക്കൻഡ് ഇതില്ലേ ചിന്നമണിക്കുയിലെ അത് എങ്കേവും ജോഡി, അതൊന്ന് പാടാമോ? എങ്കേവും ജോഡി ഞാൻ പോരേ തേടി ഞാൻ പോറേൻ തേടി പോറേൻ തേടി ഞാൻ പോരേൻ തേടി പറട്ടെ. ഇങ്കേവും ജോഡി ഇല്ലാമ കെട്ടാക്ക ബദിൽ കെട്ടാക്ക അല്ല കേട്ടാക്ക கேட்டாக்க பதிலும் சொல்லாம பதிலும் சொல்லாம கேட்டாக்க பதிலும் பதிலும் சொல்லாம குக்கு என கூவதேனடி கூவதேனடி കൂവതേനടി കൺമണി കൺമണി. അത്രേ ഉള്ളൂ മോനെ കേട്ടോ. അത് ബാക്കിയുള്ള ഈ ലിറിക്കൊന്ന് നോക്കിക്കോളൂ. എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. പക്ഷെ ആ പേക്കൂത്തിന്റെ ഒരു ചെറിയ ശ്രമം ഒന്ന് തുടങ്ങിയായിരുന്നു ഇടയ്ക്ക്, അല്ലേ? വേണ്ടാന്ന് വെച്ചു. അല്ല അനങ്ങാൻ നിൽക്കണ്ടല്ലോ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി. അതൊക്കെ വേണം. കൂടുതൽ ചാടി പാട്ടുകളായിരുന്നു. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. ചേച്ചി. ഓറഞ്ച് ഷർട്ട് ഇട്ട സഞ്ജയ് മാം സുന്ദരമായിട്ട് പാടി. ഈ പാട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പാട്ട് രാജാ സർ, വീണ്ടും വീണ്ടും പ്രണാമം.
എന്തൊരു മനോഹരമായ പാട്ട്. ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് ഞാൻ അലയടിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ നിറയെ പാട്ടുകൾ സാർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിതം ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പാട്ടുകൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. വേറൊരു പാട്ട് പറയാൻ പറ്റുമോ? മണ്ണിൽ എന്താ കാതലുണ്ട്. അതൊക്കെ മണ്ണിൽ എന്താ കാതൽ. ഓക്കെ സഞ്ജയ്, ഈ പാട്ടിനകത്ത് തന്നെ ഒരു വാക്കുണ്ട്, ഒരു കൺമണി എന്നുള്ളൊരു വാക്ക്. അതെന്താണ്? കൺമണി. അത് വേറെ കൺമണി. ஆனால் நான் சொன்ன കൺമണി ഇതിലുള്ള കൺമണി സർ, இந்த പാട്ടിലെ ചിന്നമണി കുയിലുള്ള കൺമണി. എന്തായിരുന്നു അതിന്റെ ട്യൂണ്? കൺമണി പൂവേ കണ്ണാടി. അടുത്ത കൺമണി അതെനിക്ക് തോന്നിയിരുന്നു. ഓക്കെ കൺമണി 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 കൺമണിയുടെ കൺമണി കൺമണി അതല്ലേ? അതുപോലെ പാട്ടിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പാടി ഈ പാട്ടിൻ്റെ ഒരു ലൂപ്പ് ഉണ്ട്. ഇതിൽ സാറിൻ്റെ തന്നെ കുറേ ടൈപ്പ് പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ട് ഓർത്ത് പോകും. അപ്പോൾ താങ്ക് യു ഇങ്ങനെ ഒരു സോങ് സെലക്ഷൻ, ബിക്കോസ് വണ്ടർഫുൾ. പിന്നെ മൊനസ്സലായിട്ട് പാടുകയും ചെയ്തു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ. സഞ്ജയ് സാറേ, എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. സഞ്ജയനോടാണോ സാർ? പിന്നെ പാറു അല്ലല്ലോ പാടിയത്, സഞ്ജയ് അല്ലേ? ഓ സാറിന് നമ്മളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യാം. പാറുവിന് 0.2, സഞ്ജയ്ക്ക് 9. 9.2. അല്ലല്ലെന്ന്, നിനക്ക് 0.2 നിനക്കുള്ളതാ. സഞ്ജയ്ക്ക് 9 മാത്രം സ്വന്തം. ആണോ സാർ? പിന്നല്ലാണ്ട് വേണമെങ്കിൽ കൊടുത്തേരെ. അങ്ങനെ ഞാൻ കൊടുക്കില്ല സാർ. അയ്യോ, അത് ശരിയല്ല. നമ്മുടെ സഞ്ജയ് അല്ലേ, സഞ്ജയ് കുട്ടനല്ലേ? അത് എനിക്കാണോ? ഞാൻ നിനക്ക് തരുന്നേ. കൊറിയറോ? എന്താണ് സ്കോർ ചെയ്തപ്പോ 9.2 തന്നാ മതി എനിക്ക്. സാർ 9 or 9.2? 9.2. 9.2. ഓക്കെ. ശരത് സർ. ഓക്കെ. ചേച്ചി പാറുവിന് വീണ്ടും ഒരു 0.2, സഞ്ജയ്ക്ക് ഒരു 9. 9.2. ഓക്കെ, സോ ടോട്ടൽ 18.4. അതിൽ 0.4 എന്റെ മാർക്കാ മോനെ. നീ കുഴപ്പമില്ല, ജീവിച്ചു നോക്കോ. ബൈ. അടുത്തതായി സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിൽ പാടാൻ വരുന്നു അർച്ചന. സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി, സ്വപ്നങ്ങൾ നാദമാകും നൃത്തമായാവിനി. ഓംകാരനാദത്തിൻ കിരശൃംഗത്തിൽ നിന്നും, ഓംകാരനാദത്തിൻ കിരശൃംഗത്തിൽ നിന്നും ആകാരമാർന്നൊഴുകും ഭാവകല്ലോലിനി. സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി, സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമായാവിനി. ഉന്നുഷസന്ധ്യയിൽ ഭൂപാളമായി വന്നു, സന്ധ്യയിൽ ഭൂപാളമായി വന്നു, പള്ളിയുണർത്തുന്നെന്നങ്കണപ്പൂക്കളെ. സന്ധ്യയിൽ ഹിന്ദോള കീർത്തനമാല്യമായി, സന്ധ്യയിൽ ഹിന്ദോള കീർത്തനമാല്യമായി ചുംബിച്ചുണർത്തുന്നിൻ കൃഷ്ണശില്പങ്ങളെ. സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി, സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമായാവിനി.
സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമായ വിനി ഓംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നും ആകാരമാർന്നൊഴുകും ഭവകല്ലോലിനി സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമായ വിനി. Sabbath, Sabbath. Better, better. Beautiful. അർച്ചന, എന്താണ് 3 ജഡ്ജസിന്റെയും സ്റ്റാൻഡിംഗ് ഓവേഷനാണ് അർച്ചനയുടെ ഈ ഒരു പെർഫോമൻസിന് കിട്ടിയേക്കണത്? സന്തോഷം. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സർ. അർച്ചന, സർ. ബ്യൂട്ടിഫുൾ, Thank you, സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു. അതെന്താ പറയണ്ടേ, നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴിതാ നമ്മളെല്ലാവരും ഇങ്ങനെ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് ക്ഷീണിച്ച് അതെ, പെട്ടെന്ന് പാട്ട് തീർന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വയ്യ. അസാധ്യമായിട്ട് പാടി, ഉഗ്രായിട്ട് പാടി. 1-2 സ്ഥലങ്ങൾ നമ്മൾ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ട്. അത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നുവെച്ചാൽ ഞാൻ പറയൂ. അയ്യോ, എന്നാ ഞാൻ പിണങ്ങും. എനിക്ക് പറയത്തില്ല. സാധാരണ നേരെ തിരിച്ചാ അല്ല, വരാറ്. സത്യം കേട്ടോ, അത് ആ ജലരാഗഭാവങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി അത് കിട്ടിയിട്ടുണ്ട്. അതാ വേണ്ടത് സത്യത്തിൽ. അല്ലെങ്കിൽ ഈ ശബ്ദം ഇടരുന്ന വെള്ളി ഒരു എന്താണ് പറയേണ്ടത്, ആ ഒരു ഹെഡ് വോയിസ് ബ്രിഡ്ജിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. അതിനെയൊക്കെ കവച്ച് വെച്ച് അർച്ചന പാടി, മനോഹരമായിട്ട് പാടി. ഈ ഒരു സന്തോഷം ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളയുന്നില്ല. വണ്ടർഫുൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി. അർച്ചന കുട്ടി മാം. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. പട്ടുപാവാട ബ്ലൗസൊക്കെ ഇട്ട് പഴയകാല സിനിമാ നടിയെ പോലെ ഒരുങ്ങി വന്ന് താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. നന്നായി പാടുകയും ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു. അതേ സാർ പറഞ്ഞ അതേ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. മോൾ ആ പാടുമ്പം ഉണ്ടായിരുന്ന 2-3 സ്ഥലങ്ങൾ മാത്രം ഒരു കണ്ണ് തട്ടൽ പോലെ അങ്ങെടുത്ത് കളയാം. പക്ഷെ അതല്ലാതെ മനോഹരമായിട്ട് പാടി, ആ രാഗഭാവം ഉൾക്കൊണ്ട് തന്നെ പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യുടാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. MG സർ. എന്ത് പറയാൻ, ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് ആസ്വദിച്ചു. കാരണം നല്ല സംഗീതം കേൾക്കുമ്പോൾ നമ്മൾ ഉണരും. അതാണ് ഇറ്റ്സ് എ റിയൽ ഫാക്ട്. ആരായാലും എക്സ് ഓർ വൈ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് നമ്മുടെ രക്തം തിളയ്ക്കും. ആ രീതിയിൽ മോള് പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദോള കീർത്തനം, പിന്നെ ഒരു അകാരം, ഈ പറഞ്ഞ ശൈലം വെള്ളിയും ഇതൊക്കെ വന്നു. പിന്നെന്താണ് ഞാൻ പറയുമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞു പല കോടി തീർക്കും. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ എത്രയോ മേലെ ഈ രാഗഭാവം എല്ലാ രാഗത്തിലും മോള് കൊണ്ടുവന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ ദ ഫൈനൽ പോയിന്റ് ഐ എം ഗോയിങ് ടു ടെൽ ഈസ്, ഇത് വാണിയമ്മ പാടിയെങ്കിലും കേട്ടപ്പോൾ ഇത് പീലിലമ്മയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുകയും എന്നാൽ അത് അർച്ചനയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ ദാറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് 3 ആർട്ടിസ്റ്റ്, വാണിയമ്മ, പീലിലമ്മ ആൻഡ് യു അർച്ചന. അതെനിക്കിഷ്ടപ്പെട്ടു. കാരണം ചില സ്ഥലത്ത് വാണിയമ്മയുടെ ഒരു സ്ഥലം വന്നു, പിന്നെ എനിക്ക് തോന്നി പീലിലമ്മയുടെ ഒരു ടിൻറ്റ് തോന്നി. പിന്നെ ഞാനൊന്ന് നോക്കിയപ്പോൾ ഉണ്ട്, നമ്മുടെ അർച്ചനയല്ലേ നിൽക്കുന്നത്. എന്തായാലും യു ആർ വെരി ടാലൻറ്റ്, പറയാതിരിക്കാൻ. സൂപ്പർ. കാരണം ഇതൊക്കെ പാട് ഒരു സ്റ്റേജിൽ നിന്ന് കാണാതെ, അതും വരിയെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ ഓർമ്മ വെച്ച് പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഒരു ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് ഇനി അടുത്ത പാട്ടുകളൊക്കെ ഇതുപോലെ വെച്ചങ്ങ് സ്പ്രിഞ്ച് കേട്ടോ. ഐ ലവ് യു. ഐ ലവ് യു ടു സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. മാർക്സ് അറിയാൻ നമ്മൾ എല്ലാരും എക്സൈറ്റഡ് ആണ്. ഓക്കെ, MG സർ. സ്പ്രിഞ്ചി സർ, അപ്പൊ പിന്നെ മാർക്കും സ്പ്രിഞ്ച് ആണല്ലോ. 9.9. സൂപ്പർ. താങ്ക് യു സർ. ഞാൻ വിചാരിച്ചു 9 ഉള്ളൂ. ഞാനും. സന്തോഷത്തോടെ. ശരത് സർ. താങ്ക് യു സർ. ചേച്ചി. അർച്ചന മാം. 9.7. താങ്ക് യു. താങ്ക് യു മാം. ഞാൻ 0.2 പാറൂരാണ് കേട്ടോ. അതെ അതെ. ഓക്കെ, സോ ടോട്ടൽ 19.6. സൂപ്പർ. ഓക്കേടാ.
ജഡ്ജസ്, യെസ്. ഇനി സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ ഒരു വേദി ഒരു അഭിമാന നിമിഷമാവാൻ പോവാണ്. ആഹാ. ഇന്ത്യയുടെ അഭിമാനമായ ഒരു വനിതയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഓഹോ. ISROയുടെ മുൻ സയന്റിസ്റ്റ് ആയിരുന്നു മാം. ഓക്കെ. ആഹാ. ഓക്കെ, സംഗീതജ്ഞയാണ്, ആഹാ. അതുപോലെ തന്നെ എഴുത്തുകാരിയാണ്, ഓ ഓക്കെ. മോട്ടിവേഷൻ സ്പീക്കറാണ്, ഓക്കെ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. വാ വണ്ടർഫുൾ wow. വണ്ടർഫുൾ. അങ്ങനെ പല മേഖലകളിലും പ്രതിഭ തെളിയിച്ച ദ മോസ്റ്റ് പ്രഷ്യസ് വുമൺ ശുഭലക്ഷ്മി കൃഷ്ണമൂർത്തി. ഹായ് മാം, Hi, Parvati. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. Thank you so much. ഞാനിവിടെ പറയായിരുന്നു ദ മോസ്റ്റ് പ്രഷ്യസ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് ഞാനിങ്ങനെ പറയായിരുന്നു മാമിനെ കുറിച്ചിട്ട്. മാം, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മാം. അന്നത്തെ കാലത്ത് ഇപ്പോൾ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരത് സാറൊക്കെ എപ്പോഴും പറയും നമുക്കൊക്കെ ഇങ്ങനെ ഫോണിൽ കുത്തിയ ഒരുപാട് ഡീറ്റെയിൽസ്, ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ വളരെ ഈസിയാണെന്ന്. മാം, അന്നത്തെ കാലത്തും ഈ ഒരു സയന്റിസ്റ്റ് ആവണം എന്നുള്ള മാമിന്റെ ഒരു ആഗ്രഹം അത് എപ്പോഴായിരുന്നു മാം? ഞാൻ 5 വയസ്സ് മുതൽ കർണാടക സംഗീതം പഠിച്ചു. പക്ഷേ സ്കൂളിലും എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എനിക്ക് സയൻസും കണക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ മ്യൂസിക് എടുത്ത് BA മ്യൂസിക് MA മ്യൂസിക് എന്ന് പറഞ്ഞു പോകും. പക്ഷേ എനിക്കറിയില്ല, 10ാം ക്ലാസ് പാസ്സായപ്പോൾ നമുക്ക് അന്നൊന്നും വലിയ മെച്യൂരിറ്റി ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനൊരു ഇലക്ട്രോണിക്സ് എൻജിനീയർ ആകണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് എപ്പോഴെങ്കിലും ചെയ്യാം, പക്ഷേ പാട്ടിൽ പോയാൽ ഐ കനോട്ട് ബിക്കം ആൻ എൻജിനീയർ. അപ്പം ഞാൻ എൻജിനീയറിങ് അഡ്മിഷൻ കിട്ടി. പിന്നെ ഞാൻ എൻജിനീയറായി. ISRO ബാംഗ്ലൂരിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടി. ഇന്ത്യയുടെ ഇസ്രോയുടെ ഒരു 37 ഉപഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ സംഗീതം, ഇലക്ട്രോണിക്സ് സംഗീതം എൻ്റെ 2 കണ്ണ് പോലെയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പാട്ട് പഠിക്കണം. അപ്പം ഇവിടെ ട്രിവാൻഡ്രത്താണ് എൻ്റെ സ്വദേശം. ചേർത്തല ഗോപാലൻ നായർ സാർ, ഗോമതി ചിദംബരം, വള്ളിയമ്മാൾ എന്ന് 3 ഗുരുക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി അവിടെ ബാംഗ്ലൂരിൽ മധുരൈ TN ശേഷഗോപാലൻ സാറിൻ്റെ അടുത്തും ഗാനകലാശ്രീ MS ഷീല മാഡം അവരുടെ അടുത്തും കുറേ വർഷങ്ങൾ പഠിച്ചു. ഗ്രേഡഡ് ആർട്ടിസ്റ്റായി. 230-ൽ പരം കച്ചേരികൾ ഇന്ത്യയിലും പുറത്തും ചെയ്തിട്ടുണ്ട്. 15 ആൽബംസ് പാടിയിട്ടുണ്ട്. ശുഭലക്ഷ്മി മാഡം, എനിക്കൊരു ചോദ്യമുണ്ട്. അബ്ദുൽ കലാം സാർ, അദ്ദേഹമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ? 2000 ആണ്ടിൽ അബ്ദുൽ കലാം സാർ അന്ന് പ്രസിഡന്റ് ആയിരുന്നില്ല. അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു DRDOയിൽ. അപ്പോൾ ഞങ്ങൾ ISROയിൽ 50 എൻജിനീയേഴ്സിന് സെലക്ട് ചെയ്ത് അവർക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ്ങിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് കലാം സാറിനെ വിളിച്ചു. അപ്പം കലാം സാറ് ഞങ്ങളോട് വളരെ അടുത്ത് ഇടപഴകി. അപ്പം ഞാൻ സാറിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റി സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സാറ്റലൈറ്റ് വഴി എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ചോദിച്ചു. സാറ് പറഞ്ഞു തന്നു. 2014 മംഗൾയാൻ എന്ന ഉപഗ്രഹം സക്സസ്ഫുള്ളായിട്ട് ഇന്ത്യ ആദ്യത്തെ പ്രാവശ്യം വിജയകരമായിട്ട് മാർസിൽ എത്തിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഞങ്ങളുടെ കൺട്രോൾ സെൻറ്ററിൽ വരികയും സക്സസിന് വേണ്ടി നമ്മളെല്ലാം അഭിനന്ദിക്കുകയും ചെയ്തു. ഗ്രേറ്റ്. അന്ന് എനിക്ക് മോദിജിയുടെ ഹാൻഡ് ഷേക്ക് കിട്ടി. അതെന്റെ സുദിനമായിരുന്നു. അദ്ദേഹമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരം കിട്ടിയോ? അതോ സംസാരിക്കാനെന്ന് വെച്ചാൽ അന്ന് കൺട്രോൾ സെന്ററിൽ ഒരു 300 ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരുപാട് പ്രസ്, എല്ലാം മീഡിയ കവറേജ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് മോദിജി സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന്, നമ്മളൊക്കെ കമ്പ്യൂട്ടർ ടെർമിനലിൽ ഇരിക്കുമായിരുന്നു, ഓരോരുത്തരുടെ അടുത്തും വന്ന് ഷേക്ക് ഹാൻഡ് തന്നു. അതേപോലെ ചന്ദ്രയാൻ 2 ആ ഉദ്യമത്തിലും അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനായിട്ട്
ഒരു ഭാഗ്യം കിട്ടി. ഫാന്റാസ്റ്റിക്. സൂപ്പർ സൂപ്പർ. പിന്നെ ഞാൻ മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ്, ഗവൺമെന്റ് സർട്ടിഫൈഡ് മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ്. ഓക്കെ. ഇപ്പം ഞാനൊരു NGO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടിസം ചിൽഡ്രന് വേണ്ടി ഒരു വോളണ്ടറി സർവീസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശുഭലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടറാണ്, അതെ. സകല കലാവല്ലഭയാണ്. മാഡം ഒരു വേൾഡ് റെക്കോർഡില്ലേ? അതൊരു ടീം വർക്കാണ്, ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല. ഓക്കെ. ഞങ്ങളുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അലുമിനി 288 പേര് ചേർന്ന് ഒരു ഓൺലൈൻ റിലേ സിംഗിങ് ചെയ്തു. ഓക്കെ. അത് പേട്രിയോട്ടിക് സോങ്സ്, പിന്നെ സോങ്സ് ഓഫ് ബ്രദർഹുഡ് ആൻഡ് യൂണിറ്റി, അങ്ങനെ പല ഭാഷകളിലായിട്ടുള്ള പാട്ടുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ റിലേ സിംഗിങ് പാടി. അപ്പൊ അത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു. ഓക്കെ. ഓക്കെ. അതിന് എനിക്ക് ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ഉറപ്പായിട്ടും. അതെ. कृपया पालय शौरे, कृपया पालय शौरे, कृपया पालय शौरे, कृपया पालय शौरे, करुणा कलुषार्ति वीरा
മാഡം, വണ്ടർഫുൾ സൂപ്പർ. വണ്ടർഫുൾ വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഈ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് പാടാനുള്ള സമയം കിട്ടുന്നത്? ഞങ്ങളുടെ ISROയിലാണെങ്കിൽ വളരെ കാര്യക്ഷമതയോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. എന്ന് വെച്ചാൽ ഉപഗ്രഹം റോക്കറ്റ്, ഞാൻ റോക്കറ്റിലല്ല, ഞാൻ ഉപഗ്രഹത്തിലാണ്. ഉപഗ്രഹം പ്രവർത്തനക്ഷമമാകണം. അവിടെ മുകളിൽ അയച്ചിട്ട് നമുക്കത് അതിൽ റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ 7 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം ആ വിപരീത എൻവയോൺമെന്റിൽ സാറ്റലൈറ്റ് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ഒരു പോലീസിനെ പോലെ എപ്പോഴും നമ്മുടെ ഉപഗ്രഹത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. പിന്നെയും ടെസ്റ്റിങ് നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. മോണിറ്റർ ചെയ്യണം അത് അവിടെ ചെന്നിട്ട്. പക്ഷെ നമ്മൾ അയക്കുന്നതിന് മുമ്പ് അതിന് ഹൈ ടെമ്പറേച്ചറിൽ, പിന്നെ വാക്യൂമിൽ, അങ്ങനെ വൈബ്രേഷൻ, അങ്ങനെ കുറേ ടെസ്റ്റ് ഉണ്ട്. എല്ലാത്തിലും പാസ്സായി സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രമേ അതിനെ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് 9 to 5 ജോബല്ല. നമുക്ക് രാവിലെ പോകണം, പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. രാത്രി പിന്നെ ചില ടെസ്റ്റിംഗ് ഒക്കെ ചേംബറിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രാത്രി ഫുൾ അതിന് ഒബ്സർവ് ചെയ്യണം. അപ്പൊ നമ്മുടെ പക്ഷെ ഭയങ്കര ഒരു നമ്മള് നാടിന് വേണ്ടി ചെയ്യുന്നു, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നു, നമ്മളൊരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഉപഗ്രഹം ചെയ്യുന്നത് എന്നുള്ള ഒരു, എല്ലാവരും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആരും പ്രൊമോഷൻ അങ്ങനെ പൈസയ്ക്ക് അങ്ങനെയല്ല. എല്ലാവരും നമ്മുടെ ഒരു മോൻ, നമ്മുടെ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് എന്തൊരു നാണക്കേട്. അതുപോലെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് അവിടെ ചെന്നിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എത്ര പേരുടെ എഫേർട്സ് ആണ് വേസ്റ്റ് ആകുന്നത്. നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ടെക്നീഷ്യൻസും എഞ്ചിനീയേഴ്സും മാത്തമാറ്റീഷ്യൻസും, അപ്പൊ എല്ലാവരുടെയും പാഴായി പോകും. അപ്പൊ നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പൊ അതൊരു പാഷനാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, സയൻസും സംഗീതവും രണ്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു അമൃത TV ആൻഡ് ദ എൻറ്റയർ ടീം, എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും എന്നെ പരിചയപ്പെടുത്തിയതിനും. ഞങ്ങൾക്കാണ് ഏറ്റവും സന്തോഷം മാമിനെ കാണാൻ സാധിച്ചതിൽ. മാം സമയം കണ്ടെത്തി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നതിൽ ഒരുപാട് താങ്ക്സ് മാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്ലഷർ. താങ്ക് യു. അടുത്തതായി റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു അക്ഷയ്. വാവ്. சின்ன கண்ணன் அழைக்கிறா, சின்ன கண்ணன் அழைக்கிறா, ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறா, சின்ன கண்ணன் அழைக்கிறா, ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறா. கண்கள் சொல்கின்ற கவிதை இளம் வயதில் எத்தனை கோடி, கண்கள் சொல்கின்ற கவிதை இளம் வயதில் எத்தனை கோடி, என்றும் காதலை கொண்டாடும் காவியமே புதுமை மலரும் இனிமை, அந்த மயக்கத்தில் இணைவது உறவுக்கு பெருமை. சின்ன கண்ணன் அழைக்கிறா, சின்ன கண்ணன் அழைக்கிறா, ராதையை பூங்கோதையை
അവൾ മനം കൊണ്ട രഹസ്യ രാഗത്തെ പാടി ചിന്നക്കണ്ണൻ അழைக்கிறா. நெஞ்சில் உள்ளாடும் ராகம் இதுதானா கண்மணி ராதா. நெஞ்சில் உள்ளாடும் ராகம் இதுதானா கண்மணி ராதா. உன் புன்னகை சொல்லாத அதிசயமா அழகே இளமை ரதமே. அந்த மாயனில் லீலையில் மயங்குது உலகம். சின்னக்கண்ணன் அழைக்கிறா, சின்னக்கண்ணன் அழைக்கிறா. ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்னக்கண்ணன் அழைக்கிறா, சின்னக்கண்ணன் அழைக்கிறா. അക്ഷയ് എന്തോ എങ്ങനെ തോന്നി? കുഴപ്പമില്ലാതെ പാടിയും തോന്നി. ആണോ? ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. MG സർ. അക്ഷയക്കുട്ടാ, സാർ, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ ഗാനം ആരാ ശരിക്കും പാടിയത്? എം ബാലമുരളി കൃഷ്ണ സാർ. ബാലമുരളീകൃഷ്ണ സാർ. സാറ് തന്നെ ഒരു വേദിയിൽ രാജാ സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് അവിടെ വന്നു നിന്നുകൊണ്ട് ഈ പാട്ട് അങ്ങോട്ട് പാടിയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല. മോനാ അദ്ദേഹം അന്ന് പാടിയതാണോ അതോ റെക്കോർഡ് കേട്ടിട്ടാണോ പഠിച്ചത്? രണ്ടും കേട്ടായിരുന്നു സാർ. രണ്ടും കേട്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയത്. ഈ ചിന്നക്കണ്ണൻ അഴിക്കറ എന്ന് പറയുന്ന അതിനകത്ത് എക്സ്റ്റൻഷൻ ഉണ്ടോ അതോ ഇത്രയേ ഉള്ളൂ? കാരണം ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ടാക്കി തന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ചിന്നക്കണ്ണൻ അഴകിറാ അത്രേ ഉള്ളോ? അത്രേ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല, ഷോർട്ടാണ്. ഒന്ന് ആ പല്ലി ഒന്നുകൂടെ പാടാം. ചിന്നക്കണ്ണൻ അഴകിറാ, അത്രയുണ്ട്. ചിന്നക്കണ്ണൻ അഴകിറാ. ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்னக்கண்ணன் அழைக்கிறா, ചിന്നക്കണ്ണൻ അഴകിറാ. അതുപോലെ എനിക്ക് ഇതുപോലെ ഒരു സംശയം തോന്നിയത് ഇത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇത് ശരിക്കും റെക്കോർഡില് ബാലമുരളീകൃഷ്ണ സാർ പാടിയതും ഈ ഗാനമേളയ്ക്ക് പാടിയതും തമ്മിൽ ഒരു അദ്ദേഹം അന്ന് ഫ്രീ ആയിട്ട് പാടി. അന്ന് രാജാ സാറിന്റെ അടുത്ത് എന്തോ ഒരു കാര്യം പറയുകയും ചെയ്തല്ലേ? എന്ത് വരുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഉങ്ങളെല്ലാം நான் பயந்துட்டு என்ன பெரியவங்க எல்லாம் பாடிட்டு இருக்காங்க. വലിയ ആളുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അതിനെക്കാട്ടി വലിയ ആളാണ് ഗുരു. അയ്യോ അയ്യോ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണും. അത് അദ്ദേഹത്തിന്റെ പാടുന്ന കാണാൻ തന്നെ ഒരു അഴക. നന്നായിട്ട് പാടി. എനിക്കിങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്, അത് അണ്ണാച്ചി ദൂരീകരിച്ച് തരും. എനിക്ക് പാടി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. അക്ഷയ് സാർ, ഉഗ്ര സെലക്ഷൻ, താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. കാരണം ഇത് ഒന്നാമത് ഒരു രാജാ സാറ് ഭ്രാന്തനാണ് ഞാൻ, പിന്നെ അതിൻ്റെ ഉപരി എൻ്റെ ഗുരുനാഥനും കൂടെ പാടിയതാണ്. ഈ പറയുന്ന അണ്ണൻ പറയുന്ന ആ പ്രോഗ്രാം ഞാൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ശരി. ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, സാർ അവിടെ വിസിലടിച്ചപ്പോൾ സാറ് മിണ്ടരുതെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ഞാനായിരുന്നു. വിസിലടിക്കാൻ പറ്റത്തില്ല, ശബ്ദം ഉണ്ടാക്കി ആക്രാന്തം കയറിയിട്ടെ. അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ആ ഒരു കോൺസേർട്ട്. പിന്നെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആ ഗുരുനാഥന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒരു 2000 കോടി വർഷങ്ങളിൽ ഒരു തവണ സംഭവിക്കുന്ന മഹാത്ഭുതം, അല്ല വേറെ ഒന്നും പറയാനില്ല. ഏത് തരം സംശയങ്ങളും എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റിയ ഒരാൾ. ത്യാഗരാജസ്വാമികളുടെ നമ്മൾ പാടുന്ന കൃതി ഒരു 420 കൃതികളെ അറിയാവും നമുക്ക് മൊത്തത്തിൽ. എൻ്റെ ഗുരുനാഥന് 780 കൃതി എന്തോ അറിയാം മുഴുവൻ, കാര്യം നേരിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഒന്ന് ചെയ്തു വെക്കാൻ വേണ്ടി അതിന് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത് കിട്ടിയില്ല ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഒന്നും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അറിയാവുന്ന ഒരാൾ എൻ്റെ ഗുരുനാഥനും പോവുകയും ചെയ്തു. ഒരു സ്വരാക്ഷര കൃതിയുണ്ട്, തോടിയുണ്ട്. അത്
മാനിനി നീത മഗനി നീത സരിനി ഗദ മാനിനി നീത മഗനി നീത സരിനി ഗദ പാപ മദദ മണി നീ ഗനി ഗരി മരി മരി നീ മാനി നീത മഗനി നീത സരിനി കദ സരിഗ നീദരി മാരി ഗദരി നീനി ഗനി ഗനി നീ മഗനി സമനി ഗമഗരി മഗനി നീ പാദ ദരിനി പരി പരി മുരളീരവളി നീ മനി സദാ കോരിദിനം നിനി നീത മഗനി നീത സരിനി കദ ആഹാ 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 സബാഷ് താങ്ക് യു എന്താ പാട്ട് ഇപ്പൊ പാടിത്തന്നു. ആ താങ്ക് യു അണ്ണാ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് താങ്ക് യു. ഇതിലൊക്കെ ഒരു രാജാവായിരുന്നു എൻ്റെ ഗുരുനാഥൻ. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ചുമ്മാ സ്വരമല്ല കേട്ടോ, ഇത് മുഴുവൻ കൃതിയാണ്, എല്ലാം അർത്ഥമുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് പാടി കാര്യം എൻ്റെ ആ ഗുരുനാഥൻ്റെ പാട്ട് പാടിയതിൽ എനിക്ക് കുറേ സന്തോഷം. അത് ആദ്യം തന്നെ പറയുന്നു. ഇത് ഏത് രാഗം ബേസ് ചെയ്ത് ചെയ്താന്നറിയാമോ? രീതികവള അതങ്ങെടുത്ത് രാജാ സാർ ചിന്ന കണ്ണൻ നഴകീറാൻ. ഇനി അതിൽ ആരും കൊണ്ട് കൈവച്ചാലും ആ കളറ് വരും. എന്നിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല സാർ. ആ ഒരു ഇപ്പം നിന്നുക്കോരി എന്നുള്ളത് അത് വർണ്ണത്തിൻ്റെ എടുത്തിട്ട് അതിൽ നിന്നൊരു വല്ലാത്ത അവസ്ഥയിലേക്ക്, അതിനുശേഷമാണ് നിന്നുക്കോരി വർണ്ണം അത്രയും ഫേമസ് ആയത്. കാരണം അദ്ദേഹത്തിൻ്റെ തല ഒരു വല്ലാത്ത തലയാണ്. അല്ലെങ്കിൽ ആ ആരോഹണം എടുത്തിട്ട് പയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്രില്യൻസ് ആണ്. അപ്പം ഇത് പിന്നെ കൺകൾ ഒന്ന് പാടാമോ? കൺകൾ சொல்கின்ற கவிதை இளம் வயதில் ഇളം വയതിൽ இளம் வயதில் ഇളം இளம் வயதில் ഇളം വയതിൽ இளம் இளம் வயதில் எத்தனை கோடி കൺകൾ. അത് വേണ്ട, അടുത്തത് என்றும் காதலை கொண்டாடும். അത് മറ്റേ വെടി പൊട്ടിക്കുന്നതാണ്, പാടരുത്. ഓക്കെ സാർ. പാടിക്കോ. என்றும் காதலை கொண்டாடும் காவியமே. എല്ലാം ബെൻഡ്. காவியமே காவியமே புதுமே അങ്ങോട്ട് പറയണം, അന്ന് കൊണ്ട് കാണിക്കുകയും ചെയ്യരുത്. കാവ്യമേ പുതുമൈ മലരും ഇനിമൈ. புதுமை மலரும் இனி மலரும் இனிமை. அந்த மயக்கத்தில் இணைவது ഉറവുക്ക് പെരുമൈ. നൈസ് നൈസ്. Thank you, sir. അതാണ് ക്ലാരിറ്റി വേണം. അത്രേ ഉള്ളൂ കേട്ടോ. അത് നോക്കണം. ഈ രീതികളിൽ വേറെ പാട്ടുകൾ എന്തെങ്കിലും അറിയാമോ? കൃതിയാണോ സാർ? അല്ല, കൃതിയല്ല, സിനിമാ പാട്ടുകൾ. ജീവാംശമായി താനെ. പിന്നെ വേറെ
വാലിട്ടു തമിഴിൽ തന്നെ ഉണ്ട്. സാറിന്റെ പാട്ട്. സാറിന്റെ ഒരു പാട്ടില്ലേ, കൺകൾ ശരത് ഇരണ്ടാൽ. സാറിന്റെ ഒരു പാട്ടില്ലേ, കൺകളിരണ്ടാൽ സഗരിഗ അവിടെ വരെ എടുത്തുള്ളൂ. പാറ പറഞ്ഞു തലയെ കുനിയും താമരയെ ഉன்னை எதிர்பார்த்து വന്ന പിൻപ് നേത്ത്. ഇതൊരു പാട്ടുണ്ട്. പിന്നെ അടുത്തത് കൺകൾ ഇറന്ത കൺകൾ ഇരന്താലെന്നല്ലടാ, ഇരന്താന്ന് പറഞ്ഞാൽ ചത്തുപോയെന്ന അർത്ഥം. കൺകൾ ഇരണ്ടാൽ. ഇരുണ്ടാൽ. ആ അത് ഇതിന്റെ ആരോഹണത്തിന്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. സഗരിഗമ അവിടം വരെ എടുത്തു. അഴകാന രാക്ഷസിയേ അത്. പിന്നെ പിന്നെ പ്രണതോസ്മി ഗുരു. അത് ആദ്യമേ പറഞ്ഞു സർ. ആണോ? സോറി. പിന്നെ അയ്യോ അയ്യോ അതിന്റെ അത് തൊട്ട് കളിക്കരുത്. പ്രണതോസ്മി ആൾ പിടിച്ചിരിക്കുക. സോറി മഞ്ചേരി. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ നൊമ്പരം. ഓ അത് അങ്ങനെ കുറെ അല്ല ഉണ്ട് ഈ ഒരു സ്കെയിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം പാടി വന്നുവല്ലോ ഇന്നലെ നീ മുന്നിൽ പാടുവതും രാഗമ തേടുവതും രാഗമ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. അതുണ്ട്. ഇത്ര പാട്ട് ഒരുപാട് പാട്ടുകൾ ഇത് ചെയ്ത എല്ലാം ഹിറ്റ് സോങ്സ് ആണ് വന്നിരിക്കുന്ന എല്ലാം. ശരത് സർ, ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഒരു നിഖിൽ രാജൻ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ഒരു കമ്പോസറാണ്. മിഴിയിലാരാണു മായക്കാഴ്ചകളാലേ നിറമേടു ചാലിച്ചു ചായം പൂശിയ പോലെ ചെവിയിലാമോദഗാനം മൂളിയതാരോ അനുരാഗരാഗങ്ങൾ പാടും പ്രാവുകളാണോ. ഇങ്ങനെ ഒരു പാട്ട്. അത് ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് പാടിയൊരു പാട്ട്. അപ്പൊ ഈ രാഗം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി രാഗമാണ്. ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പൊ എന്തൊക്കെയാലും താങ്ക് യു സോ മച്ച്. ഇത് എടുത്തോണ്ട് വന്ന് പാടിയതിന് കുറെ നന്ദി. താങ്ക് യു സർ. ചേച്ചി അക്ഷയ്, ചേച്ചി എന്ത് വേണം? ഒരു പാട്ട് കൊണ്ട് ഒരു പൂക്കാലമാണ് ഇവിടെ തീർത്തത്. അതെ. എത്ര പാട്ടുകൾ കേട്ടു. ശരിക്കും എം ജി സാർ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ബാലമുരളി സാറിന്റെ ആ ഒരു ശബ്ദം അതേപോലെയാണ് ശരത് സാറിന് കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമായിരിക്കും. അതങ്ങനെ ആ ഒരു ശബ്ദത്തിൽ ചില പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് അത് തന്നെ തോന്നാറുണ്ട്. ബാലമുരളി സാറിന്റെ ഒരു ഛായ എപ്പോഴും. പിന്നെ മോൻ പാടിയ പാട്ട് നന്നായി പാടി. എനിക്ക് തോന്നിയ ഒരു കാര്യം, കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാമായിരുന്നു എന്നുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് മോൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണത അതിൽ വന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അത് വരുമ്പം ഈ പാട്ട് കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പാടിയ ചിന്നക്കണ്ണൻ അഴയ്ക്കിറാൻ അവിടെയൊക്കെ അതങ്ങ് ലൂസായിട്ട് പോയി. അപ്പോൾ മോൻ കുറച്ചുകൂടി അവിടെ ഒരു വോയിസിൻ്റെ ഒരു പ്രസൻസ് കൊടുത്തിരുന്നെങ്കിൽ അതവിടെ നമുക്ക് രജിസ്റ്റർ ആവും. അക്ഷരങ്ങൾ, വാക്കുകളൊക്കെ രജിസ്റ്റർ ആവും. അപ്പോൾ മോൻ അതാണ് എനിക്കിതിൽ കൂടുതലും തോന്നിയത്. ബാക്കി എല്ലാ പോയിന്റ്സും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സോ ഒരു കോൺഫിഡൻസ് കൂടിയിരുന്നെങ്കിൽ അക്ഷയ് വേറൊരു ലെവലായനെ. ബട്ട് ഇപ്പോഴത്തേക്ക് സൂപ്പർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ, എത്രയാണ് അക്ഷയുടെ മാർക്ക്? അക്ഷയ് സാർ, ഇന്ന് അക്ഷയ്ക്ക് തരുന്ന മാർക്ക് ഇറ്റ്സ് 9.3. ചിന്നക്കണ്ണൻ അഴയ്ക്കിറാൻ താങ്ക് യു സർ. കണ്ണൻ അഴയ്ക്കിറാൻ ശരത് സർ, ഇന്നാ ചെക്ക. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി അക്ഷയ്, ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. രാഗത്തെ പാടി സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. ചിന്നക്കണ്ണൻ അഴയ്ക്കിറാൻ